ഹേ ഗായ്സ്, ഇന്ന് രാവിലെ എന്നിട്ടിപ്പോൾ നല്ല മൂഡായിരുന്നു. അപ്പോൾ എന്തായാലും ഒരു വീഡിയോ അങ്ങ് എടുത്തേക്കാന്ന് വിചാരിച്ചിട്ട് വീഡിയോ എടുക്കുകയാണ്. ഇപ്പോൾ ഇന്നത്തെ മോർണിംഗ് റൊട്ടീൻ കാണാം കേട്ടോ. തിങ്കളാഴ്ച അതിൻ്റെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് വലിയ ഉറപ്പില്ല. കാരണം തിങ്കളാഴ്ച പൊതുവേ തിരക്കാണല്ലോ, വീട്ടിനകത്തും ജോലി സ്ഥലത്തൊക്കെ നല്ല തിരക്കുള്ള ദിവസമാണ്. കാരണം എല്ലാവർക്കും വർക്കിന് പോകണം. അതുകൊണ്ടിട്ട് വീഡിയോ കംപ്ലീറ്റ് എടുക്കാൻ പറ്റും എന്ന വിശ്വാസത്തിലാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇന്ന് ക്യാരറ്റ് കഴിഞ്ഞ ദിവസം വാങ്ങിച്ചായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ കാര്യം മറന്നുപോയി. അപ്പോൾ അത് ചെറുതായിട്ടൊന്ന് ചീത്തയായി തുടങ്ങിയിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നല്ല ക്യാരറ്റ് മാത്രം എടുത്തിട്ട് നമ്മൾ തോരൻ വെക്കാൻ പോവാണ്. അല്ലുക്കുഞ്ഞും തെച്ചുകൂടി ക്യാരറ്റൊന്നും കഴിക്കൽ വളരെ കുറവാണ് വീട്ടിൽ വെച്ച്. അപ്പോൾ സ്കൂളിൽ കൊടുത്തു വിട്ടാൽ പിന്നെ ടീച്ചേഴ്സ് പറഞ്ഞാലും കഴിച്ചോളൂല്ലോ. അപ്പോൾ തോരനായിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. വലിയ എരിവൊന്നും അങ്ങനെ കാര്യമായിട്ട് ഇടുന്നില്ല. ഒരു മുളകിൻ്റെ പകുതിയൊക്കെ ഇടുന്നുള്ളൂ കേട്ടോ. പകുതി ഇട്ടിട്ട് പോലും മുളക് എനിക്ക് കുറച്ച് എരിവായിട്ട് തോന്നി കേട്ടോ. അതുകൊണ്ട് ഞാൻ കുറച്ച് കഴിഞ്ഞപ്പോഴേക്ക് കുറച്ച് പീസങ്ങ് എടുത്ത് കളഞ്ഞു, എരിവ് ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കളഞ്ഞാൽ കുറയുന്നൊന്നും അറിയത്തില്ല, ഞാനങ്ങ് കളഞ്ഞു കേട്ടോ. എന്നിട്ട് പിന്നെ തേങ്ങയെ കൂടെ ഇടുമ്പോൾ അങ്ങ് എരിവങ്ങ് ബാലൻസ് ആയിക്കോളുമല്ലോ. അങ്ങനെ തേങ്ങയൊക്കെ ഇട്ടിട്ട് തോരനങ്ങ് വെച്ചിട്ടുണ്ട്. അല്ലിക്കുഞ്ഞും തെച്ചുകൂടിക്ക് ഇഷ്ടമാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്ടമല്ല. പക്ഷേ എന്തെങ്കിലുമൊക്കെ ഇതുപോലത്തെ കാര്യങ്ങൾ വയറ്റിൽ ചെല്ലണമല്ലോ. എപ്പോഴും ഈ സ്നാക്സ് മാത്രം ചെന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് വീട്ടിൽ വെച്ച് കൊടുക്കൽ നടക്കാത്തതുകൊണ്ട് ഞാൻ സ്കൂളിൽ കൊടുത്തു വിടും കേട്ടോ. പിന്നെ സ്നാക്സിനോട് ഇത്തവണ കുറച്ച് നട്ട്സൊക്കെ കൊടുത്തു വിടുന്നുണ്ട്. കഴിക്കാൻ വലിയ മടിയാണ്. പിന്നെ സ്കൂളിലായതുകൊണ്ട് എന്നും കൊടുത്തു വിട്ട് കഴിഞ്ഞാൽ അവരെങ്ങനെയും കഴിപ്പിച്ചോളെന്ന് ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇതൊക്കെ കൊടുത്തു വിടുന്നത്. പിന്നെ ക്യാരറ്റ് ഉണ്ട്, പിന്നെ സാമ്പാർ, പിന്നെ എന്തെങ്കിലും നോണായിട്ട് മുട്ടയായിട്ട് പൊരിച്ച് കൊടുക്കണം. മീനൊന്നും പിന്നെ കൊടുത്തു വിട്ടാൽ പാടായിരിക്കും. മുള്ളക്കുള്ള മീനാണെങ്കിൽ ഭയങ്കര പാടായിരിക്കും. അപ്പം മീൻ അങ്ങനെ ഒന്നും കൊടുത്തു വിടത്തില്ല. കഴിഞ്ഞ ദിവസം ചിക്കൻ കൊടുത്തു വിട്ടു. അപ്പോൾ അത് കഴിഞ്ഞു. പിന്നെ ഇപ്പോൾ മുട്ടയാണെന്ന് പൊരിച്ച് കൊടുത്തു വിടണം കേട്ടോ. പിന്നെ അല്ലുക്കുഞ്ഞിന് രാവിലെ തല നനച്ചു വിടും. ദച്ചുട്ടിക്ക് തല അങ്ങനെ നനയ്ക്കില്ല. മുടി കിട്ടുന്നതുകൊണ്ട് നനച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങാത്ത മുടി അവളുടെ. അതുകൊണ്ട് തല വൈകുന്നേരം നനയ്ക്കുള്ളൂ ദച്ചുട്ടിൻ്റെ കേട്ടോ. അല്ലുക്കുഞ്ഞിന് വൈകുന്നേരം ജസ്റ്റ് മെയിൽ കഴിപ്പിക്കും. അങ്ങനെ പ്ലേ സ്കൂൾ ആയതുകൊണ്ട് തന്നെ ദച്ചുട്ടിക്ക് യൂണിഫോം ഒന്നുമില്ല, ഫുൾ കളറാണ്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ നല്ല നല്ല കളറൊക്കെ ഏകദേശം പരിവായി തുടങ്ങിയിട്ടുണ്ട് ഡെയിലി ഇട്ടിട്ട്. അല്ലുക്കുഞ്ഞ് പിന്നെ യൂണിഫോം ഉണ്ട്. അങ്ങനെ രണ്ടുപേർ റെഡിയാക്കി. ഇടയ്ക്കൊന്ന് ഗ്യാപ്പ് കിട്ടിയപ്പോൾ ഞാൻ ഒന്ന് ചായയൊക്കെ കുടിച്ച് പിന്നെ അമ്മച്ചപ്പോൾ അവർക്ക് ലഞ്ചൊക്കെ എടുത്ത് വെക്കുവാണ്. ഇന്നിപ്പോൾ 4 പേർക്ക് ലഞ്ച് കെട്ടണം. എനിക്ക് ഏട്ടായിക്ക് പിള്ളേർക്ക് 2 പേർക്ക് ലഞ്ച് കെട്ടണം. അങ്ങനെ അമ്മച്ചി ലഞ്ചൊക്കെ എടുത്ത് വെക്കണ സമയം കൊണ്ട് ഞാൻ പോയി ബാക്കി എൻ്റെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു. ഏട്ടായി റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ലഞ്ച് പാക്ക് ചെയ്യാനുണ്ട്. ഏട്ടാ എപ്പോൾ പാക്ക് ചെയ്താലും അങ്ങോട്ടും ഇങ്ങോട്ടും പിള്ളേരുടെ ടിഫിൻ ബോക്സ് മാറിപ്പോകുന്നെങ്കിൽ ദച്ചുട്ടിയുടെ ബോക്സിൽ ബാഗിൽ അല്ലുക്കുഞ്ഞിൻ്റെ ബോക്സ് വെക്കും, അല്ലുക്കുഞ്ഞിൻ്റെ ബാഗിൽ ദച്ചുട്ടിൻ്റെ ബോക്സ് വെക്കും. ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോൾ അതൊക്കെ സ്ഥിരമാണ് ഏട്ടായി പാക്ക് ചെയ്യുമ്പോൾ. ഇവനാണ് മിക്ക ദിവസം വൈകുന്നേരം വന്നിട്ട് വരും, അമ്മ എൻ്റെ ലഞ്ച് ബോക്സ് ദച്ചുട്ടിൻ്റെ ബാഗിലായിരുന്നു, എന്താ അങ്ങനെ വെച്ചെന്നൊക്കെ ചോദിച്ചിട്ട് വരും കേട്ടോ. അങ്ങനെ ഇപ്പം ഇന്ന് ഞാൻ നോക്കിയപ്പോൾ കറക്റ്റായിട്ട് എടുത്ത് വെക്കുന്നുണ്ടായിരുന്നു ഏട്ടായി. അങ്ങനെ എല്ലാവരുടെ ബാഗ് എടുത്ത് പുറത്ത് വെച്ച് 2 ഷൂസൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇന്ന് അല്ലുക്കുഞ്ഞ് ഭയങ്കര ക്ഷീണം കാണിക്കുമെന്ന് കേട്ടോ. ഇങ്ങനെ 3 ദിവസം അവധി കഴിഞ്ഞിട്ട് പോകുന്നതുകൊണ്ടായിരിക്കാം ഒരു ക്ഷീണം പോലെയൊക്കെ തോന്നി. പിന്നെ വലിയ കാര്യമാക്കിയില്ല. നമ്മളത് കൂടുതൽ കാര്യമാക്കി കഴിഞ്ഞാൽ അവർക്ക് പിന്നെ ഒരു മടി തോന്നും. അതുകൊണ്ട് പിന്നെ വലിയ കാര്യമാക്കാണ്ട് രണ്ടുപേരും എന്താ കയറ്റി വണ്ടി കൊണ്ടുപോവാണ്. എൻ്റെ ഒപ്പം ഇരിക്കത്തുള്ളൂ, എൻ്റെ ഫ്രണ്ടിൽ ബാക്കിൽ ഇരുന്നേ പോരുള്ളൂ കേട്ടോ. ഏട്ടായി ഒപ്പം പോരുന്നുണ്ടെങ്കിൽ പോലും എൻ്റെ ഒപ്പമാണ് രണ്ടുപേരും വണ്ടിയിലിരിക്കുക. പിന്നെ ബാഗ് എനിക്ക് 4 പേരുടെയും ബാഗ് ഉള്ളതുകൊണ്ട് പറ്റത്തില്ല. എനിക്ക് ലഞ്ച് ബാഗും കൂടി ഉണ്ട്. അപ്പോൾ അത് ഞാൻ 2 ബാഗ് ഏട്ടയുടെ കൈ കൊടുത്തു. അങ്ങനെ പോകുന്ന വഴിക്ക് ഏട്ടായി ഞാൻ അറിയാണ്ടാണ് ഈ വീഡിയോ എടുത്തത് കേട്ടോ. പിന്നെയാണ് പറഞ്ഞത് ഞാൻ പോകുന്ന വഴിക്കുള്ള വീഡിയോ ഒക്കെ എടുത്തായിരുന്നു ഏട്ടായി പറഞ്ഞു കേട്ടോ. അങ്ങനെ നേരത്തെ അല്ല, അടച്ച് താമസിച്ചാണ് കൊണ്ടാക്കിയത്. ഞങ്ങൾ എപ്പോഴും ലാസ്റ്റാണ്, ഞങ്ങൾ ലാസ്റ്റാണ് കൊണ്ടാക്കുക. അങ്ങനെ കൊണ്ടാക്കിയിട്ട് ഇത് പോന്നിട്ടുണ്ട്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വലിയ കുഴപ്പമൊന്നുമില്ല, സന്തോഷമായിക്കൊള്ളു 2 പേർക്കും. പിന്നെ ഇത് അവിടെ നിന്ന് ഞാനോട്ട് ഇറങ്ങി കേട്ടോ. അപ്പോൾ കുഞ്ഞു എടുത്തിട്ടുള്ള വീണ്ടും അടുത്ത വീഡിയോ കാണാം. ബൈ.